ഇവിടെ എപ്പോഴും കുറേ പ്രാവുകളുണ്ട് കേട്ടോ. കുറേ പേര് വരും ഇതിന് ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട്. അടിപൊളിയത് ഇവിടെ എപ്പോഴും ഉണ്ട് ഇങ്ങനെ. ഇവരൊരു ക്രൗഡ് തന്നെ ഉണ്ട് ഇവിടെ. പക്ഷെ ഹൈക്കോർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാട്ടോ ഇത്. ഈ കോമ്പൗണ്ടൊക്കെ ഹൈക്കോർട്ടിൻ്റെ കോമ്പൗണ്ട്സ് ആണ്. നമുക്കിവിടെ നേരെ ചിന്നസ്വാമി സ്റ്റേഡിയം പോവാം. ഇത് വേറൊരു വണ്ടിയാണ് പാർക്കിൻ്റെ. റൈറ്റ് കാണുന്നതാണ് ചിന്നസ്വാമി സ്റ്റേഡിയം. IPL സമയത്ത് ഈ റോഡ് ഫുള്ള് ക്രൗഡ് ആട്ടോ ഇവിടെ. സ്റ്റേഡിയത്തിൽ IPL അല്ല, ഇപ്പോൾ സ്റ്റേഡിയത്തിൽ മാച്ചുള്ള സമയത്ത് റോഡ് ഫുൾ IPL ബാംഗ്ലൂരിൻ്റെ മാച്ചുള്ള സമയത്ത് റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. ഓൾറെഡി ഈ സ്ഥലത്ത് ബ്ലോക്കുള്ളതാണ്. ആ ടൈമിൽ മാച്ച് കഴിയാൻ നേരത്തേക്കും ഭയങ്കര ബ്ലോക്ക് ആവും. കാരണം പ്ലേയേഴ്സ് ഇറങ്ങി വരുന്ന ബസ്സൊക്കെ വരുമ്പോൾ. IPL സമയത്താണ് ഇവിടെ ഏറ്റവും നല്ല ക്രൗഡ് ഉണ്ടാവും. ബാംഗ്ലൂർ ഗേറ്റ് ചെയ്തിട്ട് അപ്പുറം സൈഡിൽ കൂടെ പോയി വരാം. മെട്രോ സ്റ്റേഷനാണ് ഇവിടെ. കബൻ പാർക്ക് എന്ന മറ്റേ ഇത് എക്സിറ്റ് മെട്രോ ഗേറ്റ് ആണ്. ഗേറ്റ് നമ്പർ 21. ട്രാഫിക് വരുന്നതിന് പെട്ടെന്ന് ഇവിടെ പാസ് ചെയ്യാം. ഈ സമയത്ത് ട്രാഫിക് ഇച്ചിരി കുറവുണ്ട്. കുറവല്ല, പുറകെ കുറച്ച് വണ്ടി പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സമയത്ത് ചവിട്ടുമ്പോൾ ഈ സമയത്താണ് ഇതിലൊക്കെ റൈഡ് ചെയ്യാൻ നല്ലൊരു രസം കേട്ടോ. കാരണം ക്ലൈമറ്റും അടിപൊളിയാണ്, അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. നമുക്കിനി ഇവിടെ നേരെ സ്ട്രേറ്റ് പോയിട്ട് UBCT പോവാം. UBCT മാളിൻ്റെ ഇലക്കൂടെ പോയിട്ട് അവിടുന്ന് U-ടേൺ എടുക്കാം. സിഗ്നലായി. യെസ്, ലെഫ്റ്റ് പോകണം. MG റോഡാണ്. MG റോഡ് പോകണ്ട, സ്ട്രൈറ്റ് പോവാം.
ലാവല്ലെ റോഡാണ് ഇത്. ഈ റോഡ് നേരെ മിഷൻ റോഡിലൂടെ കണക്ട് ആവും. അശോക് നഗർ പോകുന്ന റോഡിലൂടെ കണക്ട് ആവുന്നുണ്ട്. ഇവിടെ കോർപ്പറേഷൻ റോഡിലൂടെ കണക്ട് ആവുന്നുണ്ട്. ഈ ലെഫ്റ്റ് പോയ MG റോഡിലൂടെ കണക്ട് ആവുന്നുണ്ട്. നമുക്ക് സ്ട്രെയിറ്റ് ആണ് പോകുന്നത്. BMW ഷോറൂം ഉണ്ട്. UBCT എത്തിയേ. റൈറ്റ് സൈഡ് കാണുന്നതാണ് UBCT മോള്. പിന്നെ ഇവിടെ മാരിയറ്റിൽ ഒരു ഹോട്ടലുണ്ട്, കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അതിനകത്ത്. ഒരു നല്ലൊരു പീസ്ഫുൾ ആയിട്ട് ഷോപ്പിംഗ് മാളാണ് എന്നുവെച്ചാൽ അധികം ബിസി ഇല്ല അവിടെ. ബിസി ഉള്ളത് റെസ്റ്റോറൻറ്റ്സ് മാത്രമാണ്. മോളിനകത്ത് ബിസി. മോളിൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ ഇതാണ് റെസ്റ്റോറൻറ്റ്സ് ആണ് കൂടുതലും. റെസ്റ്റോറൻറ്റ്സ്, കഫേസ്, ഹോട്ടൽസ്. ഒരു ഹോട്ടലുണ്ട്, മാരിയറ്റിൻ്റെ ഒരു ഹോട്ടലുണ്ട്. ദ കളക്ഷൻ. രാവിലെയാണ് എല്ലാവരും വരുന്നത് കേട്ടോ അതിനൊക്കെ. കാരണം കുറച്ചും കൂടെ നല്ല വണ്ടിയാവും. എന്നാലും നമ്മൾ അവിടെ നിന്ന് കേട്ടോ വന്നേ. വിക്ടർമില്ലിയ റോഡിലോട്ട് എത്തി. നേരെ കാണുന്നത് കന്തീരവ സ്റ്റേഡിയമാണ്. ഹാർഡ് റോക്സ് കഫേ. എനിക്ക് ഏതായിരുന്നു ലോക സിനിമയ്ക്കകത്ത് അവർ പോകുന്ന ബാറില്ല, അതാണ് കാണുന്നത്. നമുക്ക് ആ റൊട്ടി കൂടെ പോവാം. ഹാർഡ് റോക്ക് കഫേ കുറച്ച് പഴയതാട്ടോ, പക്ഷെ ഇവിടെ നേരെ MG റോഡ് പോവാം. റൈറ്റ് പോയി MG റോഡാണ്. തന്നു പോവാം. ലെഫ്റ്റ് നല്ലൊരു വോക്ക് വേ ഉണ്ട് കേട്ടോ. കഫേ ഉണ്ട്, വോക്ക് വേ ഉണ്ട്. പിന്നെ അപ്പുറം കുറച്ചുകൂടെ മുന്നായിട്ട് മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അതിൽ സൈക്കിളിനോട് പോകാൻ പറ്റത്തില്ല, സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. പോകാൻ തോന്നുന്നു കേട്ടോ.
ആ സൈക്കിൾ കൊണ്ട് പോകാൻ കേട്ടോ അതിലേക്കടെ. നമുക്കൊന്ന് അതിലേക്കടെ കയറി വരാം, നോക്കാം എങ്ങനെയുണ്ടെന്ന്. നേരെ കാണുന്ന MG റോഡ് മെട്രോ സ്റ്റേഷൻ ആണ്. അവിടെ നിന്ന് റൈറ്റ് പോയാൽ ചർച്ച് സ്ട്രീറ്റ്, സ്ട്രെയിറ്റ് പോയാൽ ഉൾസൂർ ലേക്ക് പോവാം. നമുക്ക് കണ്ടിട്ട് അവിടെ നേരെ ഉൾസൂർ ലേക്ക് പോയിട്ട് ആ വഴിക്ക് തോംസൺ ബേക്കറിയിൽ നിന്ന് പപ്സും കഴിച്ച് തിരിച്ച് വീട്ടിൽ പോവാം. വേറെ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോയി ഫുഡ് കഴിക്കാം. ജസ്റ്റ് അവിടെ തോംസൺ ബേക്കറിയിൽ പോയി നോക്കാം. MG റോഡ് മെട്രോ സ്റ്റേഷൻ എത്തി. ഇന്നലെ ക്യാമറയുടെ ബാറ്ററി വരുന്ന പോട്ടെ മുഴുവൻ വീഡിയോ. ഇന്നലെ പ്ലാൻ ചെയ്ത് കബൻ പാർക്ക് പോയിട്ട് മൂവി സിറ്റി കൂടി MG റോഡ് പോയിട്ട് അവിടുന്ന് ഉൾസൂർ കൂടി തോംസ് ബേക്കറിയിൽ പപ്സും കഴിച്ച് വീട്ടിൽ പോകുന്നതായിരുന്നു ഇന്നലത്തെ പ്ലാൻ. ഇന്നലത്തെ പക്ഷെ ഒരു അബദ്ധം പറ്റി. 47-50% ചാർജ് ഉള്ളായിരുന്നു എൻ്റെ ബാറ്ററിക്ക്. ഇടയ്ക്ക് വെച്ച് പാതി റെക്കോർഡും ആയില്ല. ഞാൻ നോക്കിയില്ല, ചുമ്മാ നിർത്തി നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായി റെക്കോർഡായിട്ടില്ല. ഇടയ്ക്കടെ വാ ലെഫ്റ്റ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോവേ, അങ്ങോട്ട് പോകണ്ട, നമുക്ക് നേരെ പോവാം. നേരെ പോയാൽ ട്രിനിറ്റി സർക്കിളിൽ നിന്ന് ലെഫ്റ്റ് എടുത്താൽ നമുക്ക് ഉത്സവം ലേക്ക് പോവാം. നേരെ വീട്ടിൽ പോവാം. ട്രാഫിക് ആയി വരുന്നേ ഉള്ളൂ കേട്ടോ ഇവിടെയൊക്കെ. ഇപ്പോൾ സമയം 8:30 ആകുന്നേ ഉള്ളൂ. തിരക്കായി വരുന്നുണ്ട്. റൈറ്റ് പോയാൽ വൈറ്റ് ഫീൽഡ് മാർത്തകളിലേക്ക് പോകുന്ന റോഡാണ്. സ്ട്രെയിറ്റ് പോയാൽ ഓൾഡ് മദ്രാസ് റോഡ്.
നമ്മൾ ആ വഴി നേരെയാണെങ്കിൽ വന്നേ, നേരെ വന്നിട്ട് ഈ ഒരു ടേണിൽ നിന്ന് റൈറ്റ് ആണ്. നേരെ പോവാ, ആ ഒരു റൗണ്ടിൽ നിന്ന് റൈറ്റ് എടുത്ത റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഹുൻസൂർ ലേക്ക്. റിസർവ് ബാങ്ക് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആണ് സ്ട്രൈറ്റ്. അവിടെ നേരെ റൈറ്റ്. ഇതിലൂടെ പോവാം. റൈറ്റ് കാണാൻ ലേക്ക്. ഇവിടേക്ക് ഈ വോക്ക് വേ ഇവിടെ കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. റൈറ്റ് സൈഡിലൊക്കെ ഇവിടെ വന്ന അടിപൊളി വോക്ക് വേ ആവും കേട്ടോ. ഇതിന്റെ എൻട്രി ഇവിടെ കറക്റ്റ് അറിയില്ല. എൻട്രി നമുക്ക് നോക്കി കണ്ടുപിടിക്കാം. ഇത് റോഡ് ചെറിയ റോഡാണ്, അതുകൊണ്ട് ഇതിലേക്ക് കയറ്റി. കറക്റ്റ് ഒരു സൈക്കിൾ കൊണ്ട് കാർ കൊണ്ട് കയറിപ്പോൾ ഭയങ്കര പാടാണ്. ഇത് വൺ വേ അല്ലല്ലോ. ഇത് വൺ വേയുടെ ടൈപ്പാണ്. ഇത്ര വീതിയുള്ളൂ റോഡ്. പക്ഷെ അത്യാവശ്യം വണ്ടികൾ വരുന്നുണ്ട്. ഈ മാരത്തകളി സൈഡിൽ നിന്ന് വരുന്ന, മാരത്തകളി ബൈക്സിൽ നിന്നൊക്കെ വരുന്ന വണ്ടി ഈ വഴിക്ക് വരുന്നുണ്ട്. ഇന്ദിരാനഗറിൽ നിന്ന് വരുന്ന വണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റോഡ് ഇച്ചിരി തിരക്കാണ്. കാരണം ആ ഗുരുദ്വാരയുടെ അവിടെ ഓൾഡ് മദ്രാസ് റോഡ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും അങ്ങോട്ട് വൺ വേ ആണ്. ഈ വഴിക്കാണ് ഇങ്ങോട്ടുള്ള വണ്ടി വരുന്നത്. പക്ഷെ ഇത് വൺ വേ അല്ല. തന്നെ ഇവിടെ രണ്ട് കോളേജിൽ വണ്ടി പോകുന്നുണ്ട്, രണ്ട് വശത്തോട്ട് വണ്ടി പോകുന്നുണ്ട്. ഇതിന്റെ എൻട്രി എവിടെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എൻട്രൻസ് എവിടെയാണെന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല. എൻട്രൻസ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പണി നടക്കുന്നുണ്ട്. ക്ലോസ്, അവിടെ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ പണി നടക്കുന്നതുകൊണ്ട് എൻട്രൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ചുമ്മാ പോയി നോക്കാം. ഇവിടെയൊക്കെ എൻട്രൻസ് ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ എല്ലാ ഗേറ്റ് എല്ലാം ക്ലോസ് ആണ്. എന്നോട് ചോദിച്ചപ്പോൾ അവിടെ ഒരു എൻട്രി ഉണ്ടെന്നാണ് പറഞ്ഞു. നമ്മൾ വന്ന വഴിക്ക് തന്നെ ഒരു എൻട്രി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ന് പോയി നോക്കാം കേട്ടോ. ബാക്കി എല്ലായിടത്തും ഗേറ്റ് ക്ലോസ് ആണ്. ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് ആ സ്ഥലത്ത് തന്നെ പോയി നോക്കാം എൻട്രി ഉണ്ടോന്നേ. ഇവിടെ ഒരു എൻട്രി കിട്ടാം. ചെറിയൊരു എൻട്രിയാണ്. ടൈമിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ചെറിയൊരു ഗേറ്റ് ആണ്. ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. അവിടെ എന്താ ഉള്ളത് നോക്കാം കേട്ടോ. ചെറിയൊരു കടയാണ്. മോർണിംഗ് മാത്രമുള്ള കടകളാണ് ഇങ്ങനത്തെ റോഡ് സൈഡിലേക്ക്. ദോശ കഴിച്ച്, ദോശയും ഓംലേറ്റും കഴിച്ചോളൂ. ഞാൻ അർത്ഥമൊന്നും കഴിക്കുന്നതായിരുന്നു അവിടുന്ന്. പക്ഷെ വിശക്കാൻ തുടങ്ങി രാവിലെ. ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തു. നമ്മൾ ബേക്കറി എത്തി കേട്ടോ. ഈ സെക്കൻഡ് ബിൽഡിംഗ് ആണ്. ആ സിഗ്നലിൽ അവിടുത്തെ ലെഫ്റ്റ് കാണുന്നത്. തുറന്നു വന്നേ ഉള്ളൂ കേട്ടോ. ഇല്ല, തുറന്നിട്ടുണ്ട്. അങ്ങനെ അതിനൊരു തീരുമാനമായി. അവിടെ തുറന്നിട്ടേ ഉള്ളൂ. അപ്പം
ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ 10 മണി 11 മണിയൊക്കെ ആകും കേട്ടോ, അതൊക്കെ റെഡിയായി വരാനായിട്ട്. അപ്പം അതുകൊണ്ട് അതില്ല. അതുകൊണ്ട് നമ്മൾ ഈ വഴിക്ക് നേരെ വീട്ടിൽ പോവാണ്. നമുക്ക് വേറെ ദിവസം വരാം. ഈ വഴി കയറി പോവാം. ഇവിടെ സ്ട്രെയിറ്റ് പോയാൽ മേക്കേരി സർക്കിൾ പോവാം. മേക്കേരി സർക്കിൾ, കണ്ടോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ, വസന്ത് നഗറൊക്കെ പോകുന്ന വഴിയാണത്. നേരെ വീട്ടിൽ പോകും കേട്ടോ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ റൈഡ്. 7:20 സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കവൻബർഗ് ചെന്നപ്പോൾ അല്ല, കാരണം ഇന്നലത്തെ എൻ്റെ ചിന്നസ്വാമിയൊക്കെ ആയപ്പോഴാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമ്മൾ നേരെ ഹെബ്ബാൽ പോവാണ്. അത്രയൊക്കെ ഉള്ളൂ.